അഡ്വക്കേറ്റ് ലാൽകുമാർ നോക്കൂ, ഇത് ഇത്രയും തുറന്നു പറയുന്നൊരു പാർട്ടി ഇന്ന് രാജ്യത്തുണ്ടെന്ന് തോന്നുന്നില്ല. ഞങ്ങളിങ്ങനെ ഭരണഘടനയെ പോലും ഈ രീതിയിൽ നേരത്തെ PDT ആചാരി ചൂണ്ടിക്കാട്ടി, അദ്ദേഹം ലോക്സഭാ സെക്രട്ടറി ജനറലാക്കി ഇരുന്ന ആളാണ്. ഈ പറഞ്ഞ രീതിയിലൊക്കെ ലോക്സഭയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇങ്ങനെ അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് കേരളത്തിൽ കണ്ടില്ലേ, വാർഡ് വിഭജനത്തിൽ കണ്ടത്. ഞങ്ങൾ രാജ്യത്തത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു, ഇത് ഞങ്ങൾ തുറന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പോകുന്നു എന്ന് പറയുന്നൊരു പാർട്ടിയുടെ സത്യസന്ധതയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഈ വാർഡ് ഈ പറയുന്ന ഓൾട്ടർ ചെയ്യുന്നതും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല. കാര്യം ഇവിടെ നോക്കൂ, നമ്പർ ഓഫ് സീറ്റ്സിൽ വ്യത്യാസം വരികയാണ്. നമ്പർ ഓഫ് സീറ്റ്സിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബേസിക്കലി സൗത്ത് ഇന്ത്യക്ക് ഒരു പ്രസക്തി ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഈ ബില്ലിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി സൂചിപ്പിച്ചൊരു കാര്യം, 50% എല്ലാവർക്കും കൂടുക എന്ന ഫ്ലാറ്റ് റേറ്റിലേക്ക് എല്ലാ സംസ്ഥാനങ്ങളും കൂട്ടുന്നതിനെക്കുറിച്ചൊരു ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ആ ആശയം ബില്ലിനകത്ത് കോൺടംപ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആശയമേ അല്ല. ബില്ലിനകത്ത് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ബില്ലിൽ പറഞ്ഞിരിക്കുന്നത് 2011 സെൻസസിനെ അടിസ്ഥാനപ്പെടുത്തി ഡീലിമിറ്റേഷൻ നടത്തുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 50% ഫ്ലാറ്റായിട്ട് കൂട്ടുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് 2011 സെൻസസ് എന്ന് പറയുന്നത് ബേസ് ആക്കുന്നത്? അവിടെ തന്നെയാണ് കളിപ്പീര് കിടക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം 50% ഫ്ലാറ്റായിട്ട് കൂട്ടുമ്പോഴും ഡീലിമിറ്റേഷൻ്റെ പ്രിൻസിപ്പിൾ 2011 സെൻസസ് ഡേറ്റയോടെ വെച്ച് ഇതിനെ ഈ കമ്പൈൻഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യക്ക് കുറയുക എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ 80 സീറ്റ് കിടക്കുന്ന UPക്ക് 50% കൂട്ടുകയാണെങ്കിൽ അത് 120 ആകും. അത് കഴിഞ്ഞ് 2011 സെൻസസിൻ്റെ ബേസിലേക്ക് ഇതിനെ മാറ്റുമ്പം 140 സീറ്റ് വരെ വരാം. കേരളത്തിൽ 20 എന്നുള്ളത് 30 ആകും. പക്ഷേ 2011 ഡേറ്റ അനുസരിച്ച് ഇതിനെ ഡീലിമിറ്റേഷൻ ചെയ്യുമ്പം 23 സീറ്റോ 22 സീറ്റോ ആയിട്ട് കുറയും. 30-ൽ നിന്ന് കുറയും, 20-ൽ നിന്ന് 22-ഓ 23-ഓ ആകും. ഇത്രയും കൂടുതലേ ഉണ്ടാകുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ രാജ്യത്ത് നടന്നിട്ടുള്ള പോപ്പുലേഷൻ ഒരു ഫ്ലഡിങ് പോപ്പുലേഷനാണ് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്. ആ പോപ്പുലേഷൻ കൺട്രോൾ എന്ന് പറയുന്നത് ഈ രാജ്യം മുന്നോട്ട് വെച്ച ഒരു വിശാലമായ ഐഡിയ ആയിരുന്നു. ആ ഐഡിയ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നല്ല രീതിയിൽ നടപ്പാക്കി. നമ്മുടെ ടോട്ടൽ റീപ്ലേസ്മെൻറ്റ് ഫെർട്ടിലിറ്റി റേറ്റിൽ താഴെ നിൽക്കുന്നത് 1.3 മറ്റാണ്, 3.5 മറ്റാണ് കേരളത്തിൻ്റേത്. 2.1 ആണ് ഐഡിയൽ ആയിട്ടുള്ള ടോട്ടൽ റീപ്ലേസ്മെൻറ്റ് ഫെർട്ടിലിറ്റി. 2 നിൽക്കുന്ന UP അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ പോപ്പുലേഷൻ ഒരുപാട് കൂടി. അപ്പോൾ നമ്മളോട് ഈ പറയുന്ന രാജ്യം തന്നെ പോപ്പുലേഷൻ കൺട്രോൾ നടത്തൂ എന്നാവശ്യപ്പെട്ട അതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മളൊരു പോപ്പുലേഷൻ കൺട്രോൾ സ്കീം കൊണ്ടുവന്ന് നമ്മൾ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്ത് നടത്തി. നമ്മൾ പറഞ്ഞാൽ കേരളം മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങൾ ഈ പറയുന്ന പല സംസ്ഥാനങ്ങളും നടത്തി. നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളും വെസ്റ്റേൺ സംസ്ഥാനങ്ങളും നടത്തി. ഇത് വലിയ രീതിയിൽ പെരുപ്പം ഉണ്ടായത് ഈ പറയുന്ന UP, ബീഹാർ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അവിടെയാണ് ഈ ഹിന്ദി ഹാർട്ട് ലാൻഡ്, അവിടെയാണ് ഈ സീറ്റുകളുടെ എണ്ണം കൂടാൻ പോകുന്നത്. ഈ പറയുന്ന സ്ഥലത്ത് കൂട്ടിക്കൊണ്ട് യഥാർത്ഥത്തിൽ രാജ്യത്ത് ഇപ്പം കൊണ്ടിരുന്ന അമെൻമെൻ്റ് ഉണ്ടല്ലോ, ഇപ്പം കൊണ്ടിരുന്ന അമെൻമെൻറ്റ് പരാജയപ്പെട്ടുവെങ്കിൽ അങ്ങനെ ഒരു പരാജയം ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിലൊരു സാഹചര്യം പിൽക്കാലത്തുണ്ടാകാനായിട്ടുള്ള അമെൻമെൻ്റാണിത്. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ഒരു വിഷയം നോക്കൂ, ഈ ബില്ലുമായി ബന്ധപ്പെട്ട് നമുക്ക് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇച്ചിരിയുടെ വ്യക്തമായി അത് വരണമെന്നാണ് തോന്നുന്നത്. 2023 അവതരിപ്പിച്ച ബില്ലിൽ വിമൻ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് 33%, അതെന്ന് പറഞ്ഞ ഒരു പ്രശ്നമേ അല്ല. അത് പാസ്സായിപ്പോയ ബില്ലാണ്, അത് നോട്ടിഫൈ ചെയ്താൽ മതി. അപ്പം ഇവർക്ക് ഈ 540 സീറ്റുള്ള പാർലമെൻറ്റിൽ അല്ലെങ്കിൽ ലോക്സഭയിലും രാജ്യസഭയിലും ഈ പറയുന്ന 33% സംവരണം വെക്കണമായിരുന്നുവെങ്കിൽ ഇപ്പം വെക്കാം. ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന ആശയം നമ്മൾ കൊണ്ടുവരേണ്ട കാര്യമേ ഇല്ല. ഡീലിമിറ്റേഷൻ എന്തിനു കൊണ്ടിരുന്നു? ഇപ്പം നമ്മളെക്കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ ആക്ഷേപം എന്താണ്? ഇപ്പം BJPയുടെ പ്രതിനിധി സൂചിപ്പിച്ചത് നമ്മൾ ആൻറ്റി വിമൻ എന്ന് പറയുന്ന ഒരു പൊസിഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നതെന്നാണ്. അത് മനസ്സിലാക്കേണ്ടത് നമ്മൾ നേരത്തെ തന്നെ ഈ സംഭവിച്ചല്ലോ. ഈ പറഞ്ഞ 33% കൊടുക്കുന്നതിന് നമുക്ക് പ്രശ്നമില്ലല്ലോ. അതെ, എന്തിനായിരുന്നു ഈ ബില്ല് കൊണ്ടുവന്നത്?